സർ. കാണുന്നില്ലേ? യെസ്. ഓക്കെ ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇതിൽ ഓൾമോസ്റ്റ് 100ഓളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇനേർട്ട് പെയർ എഫക്ട് ഈസ് ദി റിലക്റ്റൻസ് ഓഫ് ഡാഷ് ഇലക്ട്രോൺ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ബോണ്ടിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ നമുക്ക് ഓപ്ഷൻ ആയിട്ട് എസ്, പി, ഡി ആൻഡ് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർബിറ്റൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് റിലക്റ്റൻസ് ഇനേർട്ട് പെയർ എഫക്റ്റ് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനേർട്ട് പെയർ എഫക്റ്റ് കാണിക്കുന്നത് എസ് ഓർബിറ്റൽസ് ആയിരിക്കും. എസ് സബ്ഷെൽ ആയിട്ടുള്ള ഓർബിറ്റൽസ് ആയിരിക്കും എന്ത് കാണിക്കുക, ഇനേർട്ട് പെയർ എഫക്റ്റ് കാണിക്കുക. എന്താണ് ഇനേർട്ട് പെയർ എഫക്റ്റ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡൻസി ഓഫ് ഔട്ടർ മോസ്റ്റ് എസ് ഇലക്ട്രോൺ ഇൻ എവിയർ എലമെന്റ്സ്. അഥവാ ഏക എലമെന്റ്സ് പറയുമ്പോൾ നമുക്ക് ലെഡ്, ടിന്ന് പോലത്തുള്ള എലമെന്റ്സ്, ആ എലമെന്റ്സ് ഒക്കെ എന്ത് കാണിക്കും, ഇനേർട്ട് പെയർ എഫക്റ്റ് കാണിക്കും. കാരണം എന്താ വെച്ചാൽ അവരുടെ എസ് ഇലക്ട്രോൺസ്, ഇപ്പൊ അവരുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടിന്നിന്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞാൽ 4d10 5s2 5p2 എന്നാണ്. അപ്പോ 4d10 5s2 5p2 എന്ന് പറയുമ്പോൾ അതിലെ എസ് ഇലക്ട്രോൺസ്, അതായത് 5s2 എന്ന് പറയുന്നതിലുള്ള എസ് ഇലക്ട്രോൺസ് എന്ത് കാണിക്കും, ഒരു റിലക്റ്റൻസ് കാണിക്കും, അഥവാ ഒരു ഇനേർട്ട് കാണിക്കും. അതിലെ പി ഇലക്ട്രോൺസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബോണ്ടിങ്ങിന് പങ്കെടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇനേർട്ടിനെ ഒരു ഇനേർട്ട് പെയർ കാണിക്കുന്നതിന് പറയുന്ന പേരാണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ആൻസർ എസ് ആണ് വരിക. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഐ എലമെന്റ്സ് ആയിട്ടുള്ള ഹെവിയർ എലമെന്റ്സ് ആയിട്ടുള്ള ടിന്ന്, ലെഡ്, ബിസ്മത്ത് പോലത്തുള്ള ഹെവിയർ എലമെന്റ്സ് എന്ത് കാണിക്കും, ഒരു എസ് ഇലക്ട്രോൺസിന് അവരെന്ത് ചെയ്യും, ബോണ്ടിങ്ങിന് പങ്കെടുക്കാതെ ഒരു ഇനേർട്ട് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ അതെന്ത് കാണിക്കും, ഇനേർട്ട് പെയർ എഫക്റ്റ് കാണിക്കും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ. രണ്ടാമത്തെ, ബോൺ ഹേബർ സൈക്കിൾ കനോട്ട് ബി യൂസ്ഡ് ടു മെഷർ. ബോൺ ഹേബർ സൈക്കിൾ കനോട്ട്, ക്വസ്റ്റ്യൻ നേരെ വായിച്ചു നോക്കുക, കനോട്ട് ബി യൂസ്ഡ് ടു മെഷർ. ബോൺ ഹേബർ സൈക്കിള് മെഷർ ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ബോൺ ഹേബർ സൈക്കിള് സാധാരണയായിട്ട് മെഷർ ചെയ്യുക ലാറ്റിസ് എനർജിയാണ്. അയണൈസേഷൻ എനർജി യൂസ് ചെയ്തിട്ട് ലാറ്റിസ് എനർജിയാണ് എന്ത് ചെയ്യുക, ബോൺ ഹേബർ സൈക്കിൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുക. അപ്പോ ലാറ്റിസ് എനർജി അല്ല, അയണൈസേഷൻ എനർജി അല്ല. പിന്നെ ബോൺ ഹേബർ സൈക്കിൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺ അഫിനിറ്റിയും എന്ത് ചെയ്യാറുണ്ട്, മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ബോൺ ഹേബർ സൈക്കിൾ അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി, ലാറ്റിസ് എനർജി, അയണൈസേഷൻ എനർജി, ഈ മൂന്നും മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇലക്ട്രോ നെഗറ്റിവിറ്റി മാത്രമേ എന്ത് ചെയ്യാത്തുള്ളൂ, ബോൺ ഹേബർ സൈക്കിൾ മെഷർ ചെയ്യാത്തുള്ളൂ. അപ്പോൾ കനോട്ട് യൂസ് ടു മെഷർ ഏതാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോൾ ഓപ്ഷൻ എ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എമംഗ് ദി ഫോർ ഓക്സി ക്ലോറോ ആസിഡ് വീക്കസ്റ്റ് ആസിഡ് ഈസ്. ഇതില് ഈ നാലെണ്ണത്തില് ഓപ്ഷൻ എ ഏതാണ്, HClO4, ഓപ്ഷൻ ബി HClO3, ഓപ്ഷൻ സി HClO2, ഓപ്ഷൻ ഡി HOCl. ഇങ്ങനെ നാലെണ്ണം തന്നിട്ടുണ്ട്. ഈ നാലെണ്ണത്തിലും ഒരു ഓക്സിക്ലോറോ ആസിഡ്സുകളാണ്. ഈ 4 ഓക്സിക്ലോറോ ആസിഡ്സിലും ഏതാണ് വീക്കസ്റ്റ് ആയിട്ടുള്ള ആസിഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വീക്കസ്റ്റ് ആയിട്ടുള്ള ആസിഡ്. അപ്പൊ നമ്മൾ ആസിഡിന്റെ വീക്കസ്റ്റ്, അല്ലെങ്കിൽ ആസിഡ് സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ആസിഡ് വീക്ക് ആണ് നോക്കണമെങ്കിൽ എന്ത് കണ്ടാൽ മതി, ആസിഡിന്റെ സ്ട്രെങ്ത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്, നമ്മള് ഓക്സിഡേഷൻ സ്റ്റേറ്റിനോട് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അഥവാ ആസിഡിന്റെ സ്ട്രെങ്ത് കൂടുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യും, കൂടും. അപ്പൊ നമ്മൾ ഓക്സിജൻ സ്റ്റേറ്റ് നോക്കിയാൽ മതി ആസിഡിന്റെ സ്ട്രെങ്ത് നോക്കാൻ. അപ്പൊ ഒന്നാമത്തെ കോമ്പൗണ്ടിന്റെ HClO4ന്റെ ഓക്സിജൻ സ്റ്റേറ്റ് നോക്കി നോക്കുക. അപ്പൊ ക്ലോറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുക, നോക്കുക. 1 മിനിറ്റ്, ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ എഴുതി കാണിക്കാം. സ്ക്രീൻ കാണുന്നില്ലേ? ആ ഇതിലൊന്ന് സ്റ്റോപ്പ് ആയി പോയി, കാണുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ നോക്കാം,
ഓക്സിക്ലോർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ഓക്സിക്ലോർ ആസിഡ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കോമ്പൗണ്ട് എടുത്തു, HCl O4 എന്ന് പറയുന്ന നമ്മൾ ഒന്നാമത്തെ കോമ്പൗണ്ട് എന്ത് ചെയ്ത് എടുത്തു, ഒന്നാമത്തെ കോമ്പൗണ്ട് എടുത്തു. അപ്പൊ നമ്മൾ പറഞ്ഞു ആസിഡിന്റെ സ്ട്രെങ്ത് എന്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റിനോട് എന്ത് ചെയ്യാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിൽ ക്ലോറിന്റെ ഒരു ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടു നോക്കുക. ക്ലോറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് നമുക്കറിയാം, എച്ചിന്റെ എത്രയാണ്, +1 ആണ്. അതുപോലെ നമ്മൾ എന്ത് ക്ലോറിന്റെ അറിയില്ല, അപ്പൊ നമ്മൾ എന്ത് ക്ലോറിന് എന്തിട്ടെടുത്തു, എക്സ് എന്നിട്ടെടുത്തു അല്ലെ, എക്സ് എന്നിട്ടെടുത്തു. ദെൻ ഓക്സിജൻ നമുക്കറിയാം 4 ഓക്സിജൻ ഉണ്ട്, അപ്പൊ 4 ഇൻറ്റു ഓക്സിജൻ എത്രയാണ്, -2 ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഓക്സിജൻ സ്റ്റേറ്റ് പറയല് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ 1+4 × 2 എന്ന് പറയുമ്പോൾ 8, മൈനസ് വരുന്നതുകൊണ്ട് -8 എന്ന് വരും അല്ലെ, -8. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1+x−8 എന്ന് പറഞ്ഞാൽ എന്താണ്, x−7 ആണ് വരിക അല്ലെ. 8ന്ന് 1 റെഡ്യൂസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 7 എന്ന് കിട്ടും. അപ്പൊ x എന്ത് വരിക, നമുക്ക് 7 എന്ന് കിട്ടും. അപ്പോ ഒന്നാമത്തെ കോമ്പൗണ്ടിന്റെ ക്ലോറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് നോക്കിയപ്പോ 7 എന്നാ കിട്ടിയത്. 7 എന്ന് പറയുന്നത് എന്താണ്, ഇനി ബാക്കിയുള്ളതിന്റെയൊക്കെ ഇതേപോലെ നോക്കി നോക്കുക. അപ്പൊ നോക്കി നോക്കുന്ന സമയത്ത് ക്ലോറിന് 7 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒന്നാമത്തെ കോമ്പൗണ്ടിന് എന്ത് കിട്ടും, 7 കിട്ടും. രണ്ടാമത്തെ കോമ്പൗണ്ടിന് ഒരു 5 കിട്ടും. മൂന്നാമത്തെ കോമ്പൗണ്ടിന് 3, അങ്ങനെ ഒരു റെഡ്യൂസ് ചെയ്യാൻ കിട്ടും. ലാസ്റ്റത്തെ എലമെന്റിന് നമുക്ക് എന്ത് കിട്ടും, ഓക്സിജൻ വളരെ കുറവായിരിക്കും, 0 സംതിങ് ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ഓക്സിജൻ കുറയുമ്പോൾ എന്ത് കുറയും, ആസിഡ് സ്ട്രെങ്ത് കുറയും. ആ സ്ട്രെങ്ത് കുറയും. അപ്പോൾ ഏറ്റവും കുറവ് ഏതിനാ വരിക, HOCl എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് വരിക. ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഹാവ് ദി ലീസ്റ്റ് മാസ്. ഏതിനാണ് ലീസ്റ്റ് മാസ് ഉള്ളത്, നമുക്ക് ഡൗട്ട് ഒന്നുമില്ല, എന്താണ്, ഇലക്ട്രോൺ ആണ് എന്തുണ്ടാകുക, മാസ് കുറവ് അല്ലെ. ഓപ്ഷൻ ബി. ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ഏജ് ഓഫ് ദി ഓർഗാനിക് മാറ്റർ ഇൻ ദി ആർക്കിയോളജി ഫീൽഡ്. നമുക്കറിയാം, അത് ഡിറ്റർമിൻ ദി ഏജ് ഓഫ് ഓർഗാനിക് മാറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് ആണ്. റേഡിയോ കാർബൺ ഡേറ്റിംഗ്, വേറെ ഒന്നുമില്ല, റേഡിയോ കാർബൺ ഡേറ്റിംഗ് ആണ്. അതുപോലെ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന നമുക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആറാം ക്വസ്റ്റ്യൻ, ബോർ റേഡിയസ് ഡാഷ് ദ ഇലക്ട്രോൺ റെസ്റ്റ് മാസ്. അഥവാ ബോർ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ബോർ റേഡിയസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ബോർ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ബോർ റേഡിയസ് ആർന്ന് എഴുതുന്നുണ്ട്. ആർ ഈസ് ഈക്വൽ ടു 4πε0 h² r is equal to 4πε0 h² me എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ദെൻ E². ഇതാണ് എന്ത് എന്ന് പറയുന്നത്, ബോർ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ. നമ്മളോട് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളതാണ്, ബോർ റേഡിയസ് ഈസ് ഡാഷ് ദ ഇലക്ട്രോൺ റെസ്റ്റ് മാസ്. ഇലക്ട്രോണിന്റെ മാസത്തിൽ ഏതാ ടേം, ഇതാ ME. ഇലക്ട്രോണിന്റെ മാസ് അല്ലെ, ME, ഇലക്ട്രോണിന്റെ മാസ്. ഇത് എങ്ങനെയാണുള്ളത്, ബോർ റേഡിയസിന് എങ്ങനെയുള്ളത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ആറും മാസ് ഓഫ് ദി ഇലക്ട്രോൺ എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഓപ്ഷൻ ഏതാണ് വരിക, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ആൻസർ ഈസ് സി. അടുത്ത ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ദി ഡാഷ് ടു അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് റിസൾട്ടിംഗ് ദി ഫോർമേഷൻ ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ഇത് നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുന്ന തിയറി ഏതാണ്, സിമ്പിൾ ആയിട്ടുള്ള തിയറി, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അല്ലെ. അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുന്ന തിയറിയാണ് മോളിക്കുലർ ഓർബിറ്റൽ. അപ്പൊ ബാക്കിയുള്ള തിയറി, അപ്പൊ വാലൻസ് ബോണ്ട് തിയറി ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് രണ്ട് ഇമ്പോർട്ടന്റ് ആയ തിയറികൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുക. ഒന്ന് മോളിക്കുലർ ഓർബിറ്റൽ തിയറി, വാലൻസ് ബോണ്ട്. ഇതിന്റെ ആൻസർ
ഈ ക്വസ്റ്റ്യൻ ആൻസർ മോളിക് ഓർബിറ്റൽ തിയറി ആണ്. പക്ഷെ വാലൻസ് ബോണ്ട് തിയറി ഏതാണ്ട് എന്താണ് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഒരു കൊളാബ് ചെയ്തിട്ടുള്ള ഒന്നാണ്, ഓവർലാപ്പ് ചെയ്തിട്ട് അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്ന സാധനം തന്നെ. അപ്പൊ അതായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. എന്നാൽ അല്ല. എന്താണ് വാലൻസ് ബോണ്ട് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹൗ കൊവാലന്റ് ബോണ്ട് ടു ഫോം, എങ്ങനെ കൊവാലന്റ് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യാന്നുള്ളതാണ്. കൊവാലന്റ് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യും, എപ്പോ അറ്റോമിക് ഓർബിറ്റൽസ് ഫോം ചെയ്തിട്ട് എങ്ങനെ കൊവാലന്റ് ബോണ്ട് ഫോം ചെയ്യാന്നുള്ള ആ തിയറിയാണ് എന്ത് പറയുന്നത് വാലൻസ് ബോണ്ട് തിയറി. എന്നാൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയാണ് എന്ത് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് രണ്ട് അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവുന്ന തിയറി എന്ന് പറയുന്നത്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഷേപ്പ് ഓഫ് sp3 ഹൈബ്രിഡൈസ്ഡ് മോളിക്യൂൾ ഈസ്. sp3 ഹൈബ്രിഡൈസ്ഡ്, നമുക്കറിയാം sp3 കാർബൺ അല്ലെങ്കിൽ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ലീനിയർ പ്ലാനാർ ഒക്കെ എന്താണ്, ലീനിയർ പ്ലാനാർ ഒക്കെ എന്താണ് sp ഹൈബ്രിഡൈസ്ഡ് ആണ്. ഹെക്സഗണൽ എന്താണ് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ടെട്രാഹെഡ്രൽ ആണ് എന്ത് sp3 ഹൈബ്രിഡൈസേഷൻ വരുന്നത്. ടെട്രാഹെഡ്രൽ, നിങ്ങൾ ഹൈബ്രിഡൈസേഷന്റെ ടോപ്പിക് ഒന്ന് വളരെ വൃത്തിക്ക് നോക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഷേപ്പിന്റെയും അതുപോലെ തന്നെ സ്ട്രക്ചറും ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ എക്സാമിന് പോകുമ്പോൾ ഹൈബ്രിഡൈസേഷന്റെ ഭാഗം നോക്കിയിട്ട് പോകുക. അടുത്ത, ദ റേഷ്യോ ഓഫ് ഗ്യാസ് മോളാർ വോളിയം ടു ദാറ്റ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് നോൺ ആസ്. നമുക്കറിയാം എന്താണ് റേഷ്യോ ഓഫ് ഗ്യാസ് മോളാർ വോളിയം ടു ദാറ്റ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് അഥവാ ഗ്യാസ് മോളാർ വോളിയം അതുപോലെ ഐഡിയൽ ഗ്യാസിന്റെ മോളാർ വോളിയം തമ്മിലുള്ള ആ റേഷ്യോനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഏതാണ്? നിങ്ങൾക്ക് അറിയണതാണ്. എന്താണ്? കംപ്രസിബിലിറ്റി ഫാക്ടർ അല്ലെ. സെഡ് ഈസ് ഈക്വൽ ടു കംപ്രസിബിലിറ്റി ഫാക്ടർ. അപ്പോ 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ബി ആണ് വരിക. 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. ഏതാണ്? കംപ്രസിബിലിറ്റി ഫാക്ടർ. കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ നൊട്ടേഷൻ സെഡ് ആണ്. സെഡ് ഈസ് ഈക്വൽ ടു പി വി ബൈ എൻ ആർ ടി അല്ലെ. പി വി ബൈ എൻ ആർ ടി. അടുത്ത, ലൈൻ ജോയിനിങ് പ്ലേസസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ആർ കാൾഡ്. അഥവാ ഈക്വൽ ടെമ്പറേച്ചർ, ആ ക്വസ്റ്റ്യൻ തന്നെ കിട്ടി ഈക്വൽ ടെമ്പറേച്ചർ. ഈക്വൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ക്വസ്റ്റ്യന് നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ടെമ്പറേച്ചർ ഈക്വൽ ആയി വരികയാണെങ്കിൽ ഏതാണ്? ഐസോതേം. ഐസോതേം എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ സെയിം ആകുന്നതിന് വിളിക്കുന്ന പേരാണ് നമ്മൾ എന്താ പറയാ? ഐസോതേം എന്ന് പറയാം. അപ്പൊ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. ക്വസ്റ്റ്യൻ തന്നെ ഈക്വൽ ടെമ്പറേച്ചർ എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഐസോതേം എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് പോവുക. 10th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി. അടുത്ത, ദ സ്പെസിഫിക് വോളിയം ഓഫ് വാട്ടർ വെൻ ഹീറ്റഡ് ഫ്രം 0°C. എന്താണ് സ്പെസിഫിക് വോളിയം? അപ്പൊ എന്താണ് സ്പെസിഫിക് വോളിയം? സാധാ വോളിയം അല്ല ചോദിച്ചിരിക്കുന്നത്, സ്പെസിഫിക് വോളിയം ചോദിച്ചിരിക്കുന്നത്. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പെസിഫിക് വോളിയം ഈസ് ഈക്വൽ ടു 1/ഡെൻസിറ്റി. സ്പെസിഫിക് വോളിയത്തിന്റെ ഇക്വേഷൻ ആണ് എന്ത് പറയുന്നത്? 1/ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോ 0°C നമ്മൾ ക്വസ്റ്റ്യൻ നേരെ കേൾക്കുക. ദ സ്പെസിഫിക് വോളിയം ഓഫ് വാട്ടർ വെൻ ഹീറ്റഡ് ഫ്രം 0°C. 0°C 0°C ഡെൻസിറ്റി എന്തായിരിക്കും? നമ്മൾ ഓപ്ഷൻസ് ആദ്യം നോക്കുക. ഓപ്ഷൻ എ എന്താണ്? ഇൻക്രീസസ് സ്റ്റഡിലി. ഓപ്ഷൻ ബി ഫാസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. ഓപ്ഷൻ സി ഡിക്രീസസ് സ്റ്റഡിലി. ഓപ്ഷൻ ഡി ഫാസ്റ്റ് ഡിക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ്. അപ്പൊ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, ഇൻക്രീസ് ഡിക്രീസ് ആ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞു. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ 1/ഡെൻസിറ്റി ആണ്. അപ്പൊ ഡെൻസിറ്റി 0°C ഹീറ്റ് ചെയ്യാണ്. വാട്ടറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഡെൻസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്താൽ നമ്മളെ ഇക്വേഷൻ എന്താ? സ്പെസിഫിക് വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? 1/ഡെൻസിറ്റിയാ. അപ്പൊ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെസിഫിക് വോളിയം എന്താ ഉണ്ടാകുക? ഡിക്രീസ് ചെയ്യും. അപ്പൊ 0°C ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ അനുസരിച്ച് എന്ത് കുറയും? സ്പെസിഫിക് വോളിയം കുറയും. ഇനി കുറച്ചുകൂടി കൂടി ടെമ്പറേച്ചർ കൂടി 0ന്ന് 1°, 2°, 3°, 4° വരെയൊക്കെ എത്തുമ്പോൾ ഡെൻസിറ്റി എന്താകും? നേരത്തെ ഡെൻസിറ്റി കൂടെ ചെയ്യുന്നത്, ഇപ്പൊ ഇങ്ങനെ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് എന്ത് ചെയ്യും? ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. ഡെൻസിറ്റി കുറയുമ്പോൾ എന്ത് കൂടും? സ്പെസിഫിക് വോളിയം കൂടും. അപ്പോ നമ്മൾ പറഞ്ഞ എന്താ? തുടക്കത്തിൽ 0°C ആണ് സമയത്ത് ഡെൻസിറ്റി കൂടുന്നതുകൊണ്ട് ഇക്വേഷൻ അനുസരിച്ച് സ്പെസിഫിക് വോളിയം കുറയും. അപ്പൊ ആദ്യം സ്പെസിഫിക് വോളിയം കുറഞ്ഞു കുറഞ്ഞു വരികയും പെട്ടെന്ന് ഒരു ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് കൂടും? സ്പെസിഫിക് വോളിയം കൂടും. അപ്പൊ ആദ്യം ഡിക്രീസിങ് പിന്നെ ഇൻക്രീസിങ്. അപ്പൊ ഓപ്ഷൻ ഡി ഫസ്റ്റ് ഡിക്രീസസ് ദെൻ ഇൻക്രീസസ്. ഇനി അടുത്ത 12th ക്വസ്റ്റ്യൻ, ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഓഫ് എ സിസ്റ്റം ഈസ് ദി ഹീറ്റ് സപ്ലൈഡ് ഫോർ. ചേഞ്ച് ഇൻ എൻതാൽപ്പി ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 12th ക്വസ്റ്റ്യന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അത് പറയുമ്പോൾ ഞാനിത് എന്ത് ചെയ്യാം? റൈസ് ചെയ്തിട്ട് പറഞ്ഞുതരാം.
ഓക്കെ, നോക്കാം. അപ്പൊ നമ്മള് ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. 12th ക്വസ്റ്റ്യൻ നോക്കുക. ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഓഫ് എ സിസ്റ്റം ഈസ് ദി ഹീറ്റ് സപ്ലൈഡ് ഫോർ. ചേഞ്ച് ഇൻ എൻതാൽപ്പി. അപ്പൊ നമുക്ക് എൻതാൽപ്പി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി പി വി. ഇതാണ് എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി. ഇതാണ് നമ്മൾ എൻതാൽപ്പി കാണാനുള്ള ഇക്വേഷൻ അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണുള്ളത്? ചേഞ്ച് ഇൻ എൻതാൽപ്പി ഓഫ് എ സിസ്റ്റം ഇസ് ദി ഹീറ്റ് സപ്ലൈഡ് ഫോർ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നത് ഈ എൻതാൽപ്പിയിലുള്ള ചേഞ്ച് എന്താണ്? ഹീറ്റിനോട് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ചേഞ്ച് ഇൻ എൻതാൽപ്പി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടാണ് ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്നുള്ള സാധനം ഹീറ്റ് സപ്ലൈഡ് ആണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഹീറ്റ് സപ്ലൈഡ് ആണ്. ഹീറ്റിന്റെ നമ്മളെ ആക്ഷൻ എന്താണ്? ക്യൂ ക്യൂ ആണ്. അത് ഏത് സമയത്താണ്? കോൺസ്റ്റന്റ് പ്രഷറിലാണോ, കോൺസ്റ്റന്റ് എൻട്രോപ്പിയിലാണോ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണോ, കോൺസ്റ്റന്റ് വോളിയത്തിലാണോ എന്നാണ് നമുക്ക് എന്ത് ഡൗട്ട്. അപ്പൊ ഇത്രയും കാര്യം നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി. എന്താണ്? ചേഞ്ച് ഇൻ എൻതാൽപ്പി ഹീറ്റിനോട് ഈക്വൽ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻതാൽപ്പി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി എന്ന്. ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മൾ വേറെ ഒരു അസ്യൂം ചെയ്യാണ്. ഒക്കെ അസ്യൂം ചെയ്യാണ് ആദ്യം. നമ്മൾ ആദ്യം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഒന്ന് വെറുതെ എടുത്ത് നോക്കുക. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോൺസ്റ്റന്റ് പ്രഷർ കേട്ടോ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ല, കോൺസ്റ്റന്റ് പ്രഷർ ആദ്യം നമ്മളൊന്ന് അസ്യൂം ചെയ്യാണ്. കോൺസ്റ്റന്റ് പ്രഷർ ആണ് അത്. കോൺസ്റ്റന്റ് പ്രഷർ ആണ് എടുത്തതെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ക്യൂക്ക് എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്ത് ചെയ്തു? പി എന്നിട്ട് കൊടുത്തു കോൺസ്റ്റന്റ് പ്രഷറിൽ അല്ലെ. കോൺസ്റ്റന്റ് പ്രഷർ എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ വെറുതെ അസ്യൂം ചെയ്തിരിക്കുകയാണ്. ശരിയാണോ നോക്കാൻ വേണ്ടി അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുക. ഇനി നമുക്കറിയാം എന്ത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ ആണ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ക്യൂ പ്ലസ് ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? നമുക്ക് അറിയണ ഇക്വേഷൻ, ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ ആണ്. നമ്മൾ പറയാണ് ഡെൽറ്റ യു അതായത് ഇന്റേണൽ എനർജി. ഡെൽറ്റ യു ഈ ക്യൂനെയാണ് എന്ത് കൊടുത്തു? നമ്മളിപ്പോ ക്യൂക്ക് എന്ത് ഇട്ടിട്ടുണ്ട്? പി എന്നിട്ട് കൊടുത്തില്ല. കോൺസ്റ്റന്റ് പ്രഷർ ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? പി എന്നിട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതി. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എന്തിട്ടെടുത്തു? ക്യൂ പി. ക്യൂന് എന്തിട്ടെടുത്തു? പി എന്നിട്ടെടുത്തു. ദെൻ ഡബ്ല്യു നമുക്കറിയുന്ന ഇക്വേഷൻ ആണ്, നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ആണ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു, ഡബ്ല്യുവിന്റെ ഇക്വേഷൻ ആണ് എന്ത് എന്ന് പറയുന്നത്? മൈനസ് ഡെൽറ്റ വി എന്ന് പറയുന്നത് ക്യൂവിന്റെ ഒരു ഇക്വേഷൻ ആണ്. മൈനസ് പി ഡെൽറ്റ വി. അപ്പൊ നമ്മൾ എന്ത് ഡബ്ല്യുക്ക് എന്തിട്ടെടുത്തു? മൈനസ് പി ഡെൽറ്റ വി എന്നിട്ടെടുത്തു. പി മൈനസ് പി ഡെൽറ്റ വി എന്നിട്ടെടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്യൂപ്പിനെ എന്ത് ചെയ്തു? ക്യൂപ്പിനെ ഒരു സൈഡിലേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളതിനെല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ ക്യൂപ്പിനെ അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്തു? ഡെൽറ്റ യു ഇവിടെ ഉണ്ട്. ഈ മൈനസ് പി ഡെൽറ്റ വിനെ ഈ സൈഡിൽ കൊണ്ടു. അപ്പൊ എന്ത് വരും? പ്ലസ് പി ഡെൽറ്റ വി എന്ന് വരും. പിന്നെ ഈ സൈഡിൽ മാത്രം എന്തുള്ളൂ? ക്യൂപ്പി ആണ്. ഈ സൈഡിൽ എന്ത് മാത്രമേ ഉള്ളൂ? ക്യൂപ്പി എന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ എന്താണ്? സിമിലർ ആണ് ആരോട്? ഫസ്റ്റ് ഇക്വേഷനോട്. നോക്കുക, ക്യൂ പി എന്തിനോട് ഈക്വൽ ആണ്? ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വിനോടും. അതുപോലെ തന്നെ എച്ച് എന്തിനോട് ഈക്വൽ ആണ്? യു പ്ലസ് പി ഡെൽറ്റ വിനോട്. രണ്ടിന്റെയും ലെഫ്റ്റ് നോക്കുക. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക, ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നാണ്. ഇതിന്റെ റൈറ്റ് സൈഡ് നോക്കുക, യു പ്ലസ് പി വി. അഥവാ നമ്മൾ എന്താണ് അത് എന്തിട്ട് കൊടുത്താൽ ചേഞ്ച് ഇട്ട് കൊടുത്തതിനാൽ ഇതും അതേപോലെ ആകും. ഇപ്പൊ രണ്ടിന്റെയും സെയിം ആണ് അല്ലെ. ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ് ഇവിടെ. അതേപോലെ യു പ്ലസ് പി വി ആണ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്യൂപിയും അതുപോലെ തന്നെ ഈ എച്ചും എന്താണ്? ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴാണ് നമുക്ക് ക്യൂപി എച്ച് ഈക്വൽ ആയത്? കോൺസ്റ്റന്റ് പ്രഷർ എടുത്തപ്പോഴാണ്. കോൺസ്റ്റന്റ് പ്രഷറിൽ എടുത്തപ്പോഴാണ് എന്ത് ചെയ്തത്? നമുക്ക് ക്യൂപിയും എച്ചും ഈക്വൽ ആയത്. കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാല്, നമ്മൾ ആദ്യം പറഞ്ഞു
ചേഞ്ച് ഇൻ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചു. ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് കിട്ടി? ചേഞ്ച് ഇൻ എൻതാൽപ്പി ഓഫ് എ സിസ്റ്റം ഈസ് ദി ഹീറ്റ് സപ്ലൈഡ് ഫോർ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ കിട്ടിയ കാര്യമാണ് ചേഞ്ച് ഇൻ എൻതാൽപ്പി അഥവാ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഹീറ്റ് സപ്ലൈഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് പറയാൻ പറ്റും എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി. ഇത് നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആണ്. എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. പിന്നെ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആയിട്ട് അവിടെ എഴുതി. നമ്മൾ പിന്നെ പറഞ്ഞു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചിട്ട് നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ് എന്ത്? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ക്യൂക്ക് നമ്മൾ എന്ത് ജസ്റ്റ് അസ്യൂം ചെയ്താണ് എന്ത്? കോൺസ്റ്റന്റ് പ്രഷർ ആണ് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്തതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിന് വേണ്ടിയിട്ടാണ് ക്യൂന് എന്ത് ചെയ്തു? പി നിട്ടെടുത്തു. ക്യൂക്ക് അടിയിൽ എന്തിട്ടെടുത്തു? പി നിട്ടെടുത്തു. അതേപോലെ ഈ ക്യൂവിന്റെ അടിയിൽ എന്തിട്ടെടുത്തു? പി നിട്ടെടുത്തു. ദെൻ ഡബ്ല്യുവിന്റെ ഇക്വേഷൻ നമുക്ക് എന്താ പറയുക? പി ഡെൽറ്റ വി എന്ന് പറയുന്ന ഇക്വേഷൻ ഡബ്ല്യുവിന്റെ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഈ ക്യൂപ്പിനെ മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡ് കൊണ്ടു. അപ്പൊ ഡെൽറ്റ യു ഈ മൈനസ് പി ഡെൽറ്റ വി ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് പി ഡെൽറ്റ വി എന്ന് വരും. അപ്പൊ രണ്ടിനും ആദ്യത്തെ രീതി നമ്മളെ ഈ ഇക്വേഷന്റെയും അതുപോലെ തന്നെ ഈ ഇക്വേഷന്റെയും എന്താണ്? രണ്ട് സൈഡും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ പി എന്ന് എഴുതാൻ. അപ്പൊ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷർ എടുത്തപ്പോഴാണ് ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. നമുക്ക് അഥവാ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ പി എന്ന് നമുക്ക് കിട്ടി. അത് എപ്പോഴാണ്? കോൺസ്റ്റന്റ് പ്രഷർ എടുത്തപ്പോഴാണ്. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ എ കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ഓക്കെ, അതൊന്ന് റൈസ് ചെയ്യട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ പോകാം. നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ. അറ്റ് എ വെരി ഹൈ പ്രഷർ കമ്പയർഡ് ടു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഒക്യുപ്പൈസ്. നമ്മളെ 13th ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ റിയൽ ഗ്യാസ് എന്താ ഉണ്ടാകുക? ഐഡിയൽ ഗ്യാസ് എങ്ങനെയാണ് ഒക്യുപ്പൈ ചെയ്യാന്ന്? കമ്പയർഡ് ടു റിയൽ ഗ്യാസിന് കമ്പയർ ചെയ്യുമ്പോൾ ഐഡിയൽ ഗ്യാസ് എങ്ങനെയാണ് ഒക്യുപ്പൈ ചെയ്യുക? ഹൈ പ്രഷർ കൊടുത്തു മോർ വോളിയത്തിൽ എന്ത് ചെയ്യും? ഒക്യുപ്പൈ ചെയ്യും. ഇതൊക്കെ നമ്മൾ എന്താണ്? നമ്മളെ ഐഡിയൽ ഗ്യാസ് കൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. എന്താ പറഞ്ഞത്? ഹൈ പ്രഷർ കൊടുത്തു നമ്മൾ ആ ഇക്വേഷൻ NRT നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഹൈ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് പറയുമ്പോൾ നമുക്ക് കുറെ നീട്ടി കുറച്ച് കാര്യങ്ങൾ പറയണ്ട. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് നോക്കുക. നല്ല പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് റിയൽ ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഐഡിയൽ ഗ്യാസ് എങ്ങനെ നിൽക്കും? പ്രഷർ കൊടുത്തു കഴിഞ്ഞാല് മോർ വോളിയത്തിലാണ് എന്ത് ചെയ്യുക? നിൽക്കുക മനസ്സിലാക്കുക. അപ്പോ 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. അടുത്ത എ പെർഫെക്റ്റ് ഗ്യാസ് അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. അതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. 27 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ടിൽ ഇറ്റ്സ് വോളിയം ഈസ് ഡബിൾ ഫൈനൽ ടെമ്പറേച്ചർ ഈസ്. അപ്പൊ നമുക്ക് തന്നിക്കുന്നത് എന്തൊക്കെ? ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രഷർ എന്ത് ചെയ്തിട്ടുണ്ട്? കോൺസ്റ്റന്റ് പ്രഷർ ആണെന്ന് തന്നിട്ടുണ്ട്. കോൺസ്റ്റന്റ് പ്രഷർ ആണെന്ന് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് പറയും അത് ഏതാണ് ഇക്വേഷൻ എന്നുള്ളത്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആകുമ്പോൾ ഇക്വേഷൻ എന്താണ്? ഏതാണ്? V1 ബൈ T1 ഈസ് ഈക്വൽ ടു, എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ ഏതാണ് ഇക്വേഷൻ എന്ന്. V1 ബൈ T1 ഈസ് ഈക്വൽ ടു V2 ബൈ T2 അല്ലെ? V2 ബൈ T2. ഇതെന്താണ്? കോൺസ്റ്റന്റ് പ്രഷർ ആണ് തന്നതുകൊണ്ട് മാത്രം. കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ ഇക്വേഷൻ നമ്മൾ എന്ത്? V1 ബൈ T1 ഈസ് ഈക്വൽ ടു V2 ബൈ T2. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് പെർഫെക്റ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ടെമ്പറേച്ചർ T1 അവിടെ എഴുതുന്നുണ്ട്, വാല്യൂസ് ഇവിടെ എഴുതുന്നുണ്ട്. ടെമ്പറേച്ചർ T1 27 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 27 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 27 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ എന്തൊക്കെ മാറ്റണം? കെൽവിനിക്ക് മാറ്റണം. അപ്പൊ 27 പ്ലസ് കെൽവിനിക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 273 കൊണ്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലെ? 273 ആഡ് ചെയ്യണം. 273 ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 300 കെൽവിൻ കിട്ടും. കെൽവിനിക്ക് മാറ്റി. അപ്പൊ കെൽവിൻ. അപ്പൊ ടെമ്പറേച്ചർ T1 എന്താണ് കിട്ടിയത്? 300 കെൽവിൻ ആണെന്ന് കിട്ടി. ഇനി അടുത്ത വേറൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വോളിയം ഈസ് ഡബിൾ. ക്വസ്റ്റ്യൻ വോളിയം ഡബിൾ ആയി. അപ്പൊ V1 V2 എന്തായി? V2 ഡബിൾ ആയി. അപ്പൊ
ഡബിൾ കാണിക്കാൻ വേണ്ടിയിട്ട് 2 × V1 അല്ലേ, 2 × V1, V1 ഡബിൾ ആയി V2. അപ്പൊ ഇതൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നതുകൾ എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തെടുത്തത്, അത് ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ കെൽവിനിക്ക് മാറ്റാൻ എന്തായാലും, അല്ല അത് അവിടെയാണ് തെറ്റുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, കെൽവിനിക്ക് മാറ്റുക. ഇനി നമ്മൾ നേരെ ഇനി നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ എന്ത് ഇക്വേഷൻ ഇട്ടുകൊടുക്കുക. V1 എന്താ, V1 നമുക്ക് തന്നില്ല, അപ്പൊ നമ്മൾ V1 തന്നെ എടുത്തു കൊടുക്കുക. V1 ഇട്ടുകൊടുക്കുക അല്ലെ, V1 T1 നമുക്ക് അന്നുകൂടെ എത്രയാണ്, 300 നമ്മൾ കണ്ടുപിടിച്ചു. 300 ഈക്വൽ ടു V2 എത്രയാണ്, V2 നമ്മൾ എഴുതിയിരിക്കുന്നു 2V1 ആണ് എന്ത് എന്ന് പറയുന്നത്, V2 2V1. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, T2 ആണ് നമ്മളോട് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇനി നേരെ എന്ത് ഇങ്ങനെ എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തെന്ത് ചെയ്യേണ്ടത്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. V1 × T2 അപ്പൊ 300 × 2V1 നോക്കാം. അപ്പൊ നമ്മള് V1 ഇവിടെ എഴുതാം, V1 × T2 300 × 2V1. അതെ, ഈ V1-ഉം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ട് V1, അപ്പൊ V1-ഉം കട്ട് ചെയ്ത് പോയി. പിന്നെ എന്താ ഉള്ളത്, T2. ഇവിടെ T2 ആണ് നമുക്ക് കിട്ടേണ്ട, T2 ഇവിടെ ഉണ്ട്, T2 മാത്രം ഉണ്ട് ഇവിടെ. 300 × 2 എന്ന് പറഞ്ഞാൽ 600 എന്ന് കിട്ടും അല്ലെ, 600 എന്ന് കിട്ടും. ടെമ്പറേച്ചർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കെൽവിനിൽ എഴുതാം. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി എന്താണ്, 600 എന്ന് കിട്ടി. 600 എന്ന് എന്ത് ചെയ്ത് കിട്ടി. ഇത് 600 കെൽവിനിലാണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഡിഗ്രി സെൽഷ്യസിലാണ്, ഡിഗ്രി സെൽഷ്യസ്. ഇപ്പൊ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ നമുക്ക് ഇപ്പൊ കെൽവിനിൽ എത്തിക്കണം. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ എന്താ ചെയ്യുക, നേരെ തിരിക്കുക. എന്താണ്, കെൽവിനെ ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ 273 എന്ത് ചെയ്യുക, 273 എന്ത് ചെയ്യുക, കുറച്ചാൽ മതി അല്ലെ. 600 273 കുറച്ച് കഴിഞ്ഞാൽ 273 റെഡ്യൂസ് ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 327 കിട്ടും. 327 ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ചെയ്ത് നോക്കുക 327 കിട്ടും. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, ആ ക്വസ്റ്റ്യൻ അതൊരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് അതുപോലെ എഴുതിക്കണേ. നോക്കുക, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡാഷ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ദാറ്റ് ഇഫ് ടു ബോഡീസ് ആർ ഈച്ച് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് സം തേർഡ് ബോഡി ദെൻ ദേ ആർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച്. അതോ ഒന്നാമത്തെ ബോഡിയും രണ്ടാമത്തെ ബോഡിയും ഇക്വിലിബ്രിയത്തിലാണ് മൂന്നാമത്തെ ബോഡിനോട് എന്നുള്ള രീതിക്ക്. അതാണ് നമ്മുടെ തെർമോഡൈനാമിക്സ് അല്ലെ. ടു ബോഡീസ് ആർ ഈച്ച് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് തേർഡ് ബോഡി. മൂന്നാമത്തെ ബോഡിനോട് ഒന്നാമത്തെ ബോഡി രണ്ടാമത്തെ ബോഡി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതെന്തായിരിക്കും, മൂന്നും എന്താണ്, ഇക്വിലിബ്രിയത്തിലാണ് എന്നുള്ള രീതിക്ക്. അതാണ് എന്ത്, നമ്മൾ ഈ ലോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സീറോത്ത് ലോ ആണോ, ഫസ്റ്റ് ലോ ആണോ, സെക്കൻഡ് ലോ ആണോ, തേർഡ് ലോ ആണോ എന്ന്. ഇത് ഏതാണ് ലോ, സീറോത്ത് ലോ ആണ് അല്ലെ, സീറോത്ത് ലോ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അപ്പൊ ഫസ്റ്റ് ലോ ഏതാണ്, സെക്കൻഡ് ലോ ഏതാണ്, തേർഡ് ലോ ഏതാണെന്നൊക്കെ. ഫസ്റ്റ് ലോ എന്താണ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്, എനർജി cannot be created. എനർജി cannot be created nor be destroyed. It can be converted from one form to another. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ, അല്ലാതെ അതിനെ ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എന്ത്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ എൻട്രോപ്പി ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ എൻട്രോപ്പി എന്തായിരിക്കും, നെവർ ഡിഗ്രീസസ് ഓവർ ദി ടൈം ആണ്. അതാണ് സെക്കൻഡ് ലോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. സെക്കൻഡ് ലോ ഇമ്പോർട്ടന്റ് ആണ്, തെർമോഡൈനാമിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് തെർമോഡൈനാമിക്സ് ലോസ്. അപ്പൊ സീറോത്തിലോ ഇവിടെ പറഞ്ഞു എന്താണ്, ടു ബോഡീസ് ആർ ഈച്ച് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് സം തേർഡ് ബോഡി ദെൻ ദേ ആർ ആൾസോ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ ആണ് എന്ത്, സീറോത്തിലും. ഫസ്റ്റിലോ ഞാൻ ഇപ്പൊ പറഞ്ഞു എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ബി കൺവേർട്ട് ഫ്രം വൺ ഫോം ടു അനദർ. അതാണ് എന്ത്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഞാൻ ഇപ്പൊ പറഞ്ഞു എന്ത്, ടോട്ടൽ എൻട്രോപ്പി ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം നെവർ ഡിഗ്രീസസ് ഓവർ ദി ടൈം ആണ് സെക്കൻഡ് ലോ. ദെൻ ലാസ്റ്റ് തേർഡ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് അപ്രോച്ചസ് ടു സീറോ. അഥവാ എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പി എന്തായിരിക്കും, സീറോയിലേക്കാണ് എന്ത് അപ്രോച്ച് ചെയ്യുക. അഥവാ എന്താ നമ്മൾ പറയാ, അബ്സല്യൂട്ട് സീറോ എന്നല്ല നമ്മൾ പറയാം, അബ്സല്യൂട്ട് സീറോയിലേക്കാണ് നിൽക്കുക.
അപ്പൊ ഇതാണ് തേർഡ് ലോ എന്ന് പറഞ്ഞാൽ. അതിന്റെ ഇത് കൂടാതെ രണ്ട് ലോയും കൂടി നിങ്ങളോട് ചോദിക്കും. ഏതാണ്? ക്ലോഷർ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ചോദിക്കാറുണ്ട്. ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ഹീറ്റ് കനോട്ട് സ്പോണ്ടേനിയസ്ലി ഫ്ലോ ഫ്രം കോൾഡർ ബോഡി ടു ഹോട്ടർ ബോഡി. ഇതാണ് എന്തെന്ന് പറയുന്നത് ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട്. ഏതാണ്? ഹീറ്റ് എന്ത് ചെയ്യൂല, സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യൂല, ഫ്ലോ ചെയ്യൂല. എവിടുന്ന്? കോൾഡർ ബോഡിയിൽ നിന്ന് ഹോട്ടർ ബോഡിയിലേക്ക് എന്ത് ചെയ്യൂല, ഫ്ലോ ചെയ്യൂല. അതുപോലെ തന്നെ വേറൊരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നോ ഹീറ്റ് എഞ്ചിൻ ക്യാൻ കൺവേർട്ട് 100% ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്. 100% ഒരു ഹീറ്റ് എഞ്ചിന് എന്ത് ചെയ്യൂല, 100% ആയിട്ട് എന്ത് ചെയ്യൂല, ഹീറ്റിനെ വർക്കായിട്ട് എന്ത് ചെയ്യൂല, കൺവേർട്ട് ചെയ്യൂല. അതാണ് എന്ത് പറയുന്നത്? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ സീറോത്ത് ലോയും ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും ഈ 4 ലോയും കൂടാതെ രണ്ട് സ്റ്റേറ്റ്മെന്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. കെൽവിൻ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പൊട്ടാഷ് ആലം ഈസ്. പൊട്ടാഷ് ആലം ഈസ്. പൊട്ടാഷ് ആലത്തിന്റെ എന്ത് തന്നിട്ടുണ്ട്? കുറെ ഫോർമുലാസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് പൊട്ടാഷ് ആലത്തിന്റെ ഫോർമുല എന്നാണ് ചോദിക്കുന്നത്. 16ന്റെ ആൻസർ നമുക്ക് വരുന്നത് സി ആണ്. സി ആണ് പൊട്ടാഷ് ആലത്തിന്റെ ഫോർമുല. അപ്പൊ പഠിച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പൊട്ടാഷ് ആലത്തിന്റെ ഫോർമുല ചോദിക്കാറുണ്ട്, പഠിച്ചേക്കണം. ഞാനിത് നിയറൈസ് ചെയ്തിട്ട് ബാക്കി പറയാം കേട്ടോ. അടുത്തത് അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ഫോർമുല ഓഫ് ദി കോംപ്ലക്സ് ഫോംഡ് ഇൻ ദി ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഫോർ നൈട്രേറ്റ് ഈസ്. നൈട്രേറ്റ് ഈസ് നമുക്ക് അറിയണതാണ്. ആൻസർ വരുന്നത് ഡി ആണ്. ഡി ആണ് ആൻസർ ചെയ്യാം. അഥവാ ബ്രൗൺ റിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാം. ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു യുണീക്ക് ഇലക്ട്രോണിക് ട്രാൻസിഷൻ കാണിക്കാനാണ്. ബ്രൗൺ റിംഗ് കളർ നമുക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒരു യുണീക്ക് ആയുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആ കോംപ്ലക്സിൽ കാണിക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ബ്രൗൺ റിംഗ് ടെസ്റ്റ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബ്രൗൺ റിംഗിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അയൺ സൾഫേറ്റ് ഉണ്ട്, Fe2 സൾഫേറ്റ് ഉണ്ട്. ഈ അയൺ സൾഫേറ്റ് എന്താണ് ചെയ്യുന്നത്? ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. അത് നൈട്രേറ്റിന് എന്താ, അത് NO3 മൈനസിന് NO ആയിട്ട് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ബ്രൗൺ റിംഗ് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ യുണീക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ കാണിക്കാനാണ്. ഇനി അതിൽ നമ്മളെ ബ്രൗൺ റിംഗിലുള്ള അയൺ സൾഫേറ്റ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് എങ്ങനെ ആക്ട് ചെയ്യും? NO3 മൈനസിന് എന്താക്കി മാറ്റും? NO ആയിട്ട് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. പിന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രൗൺ റിംഗ് എങ്ങനെ ഫോം ചെയ്യുന്നത് വെച്ചാൽ അയൺ സൾഫേറ്റും അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യുന്നതല്ലേ. അത് നൈട്രേറ്റ് കണ്ടെയ്നിങ് കോമ്പൗണ്ടിൽ നമ്മൾ അയൺ സൾഫേറ്റും അതുപോലെ തന്നെ കോൺസെൻട്രേറ്റ് H2SO4ഉം റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു റിംഗ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഒരു ലെയർ അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ബ്രൗൺ റിംഗ് ടെസ്റ്റ് നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ഈ ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് യുണീക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഈ അയൺ സൾഫേറ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. എങ്ങനെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും എന്ന് വെച്ചാൽ NO3 മൈനസിൽ എന്താക്കി മാറ്റും? NO ആയിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ ബ്രൗൺ റിംഗ് ടെസ്റ്റ് നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ അയൺ സൾഫേറ്റ് അതായത് Fe സൾഫേറ്റിനെ അതായത് Fe2 സൾഫേറ്റിനെ എന്ത് കോൺസെൻട്രേറ്റ് H2SO4ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നൈട്രേറ്റ് കണ്ടെയ്നിങ് കോമ്പൗണ്ടിലാണ് ഇത് റിയാക്ഷൻ നടക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ലെയർ എന്ത് ചെയ്യും, ഫോം ചെയ്യുക. ആ ലെയർ ആണ് നമ്മൾ ബ്രൗൺ റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ 17ാമത്തിന്റെ ആൻസർ ഡി. 17 ആൻസർ ഡി. അടുത്തത് അക്വ സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഗിവ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വിത്ത് ഡൈലൂട്ട് HCl വിച്ച് ഡിസോൾവ്സ് ഓൺ ഹീറ്റിംഗ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇനോർഗാനിക്കലി നിങ്ങൾ എന്ത് ചെയ്യാണ്, ടെസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് നിങ്ങൾ കുറെ എലമെന്റൽ നിങ്ങൾ കണ്ടുപിടിക്കാറുണ്ട്. അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളെ ലാബ് ടെസ്റ്റിൽ വരുന്ന സാധനമാണ്. ഇതിന് ആൻസർ 18ന്റെ ആൻസർ ഡി ആണ് വരിക. കാരണം ഇത് നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ലാബിൽ ചെയ്യുന്ന കാര്യമാണ്. ലാബത്തെ ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെ പ്രാക്ടിക്കൽ ചെയ്യുന്ന സാധനം ഇവിടെ വർക്ക് ആവണം. നിങ്ങൾക്ക് അത് ഓർമ്മ വേണം. ജസ്റ്റ് നിങ്ങൾ അത് മൊത്തം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഓർമ്മയിൽ വേണം ഓരോ ഏത് എലമെന്റിനാണ് അല്ലെങ്കിൽ ഏത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ഈ ടെസ്റ്റ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വേണം. ഇപ്പൊ നമ്മൾ ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ ലാബിൽ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്ന സാധനമാണ് അല്ലേ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. അടുത്ത ഇൻ ഡാഷ് soluble compound in a solution are eliminated during the course of precipitation.
അഥവാ സോൾബിൾ കോമ്പൗണ്ട് ഏതൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്, സൊല്യൂഷനിലുള്ള സോൾബിൾ കോമ്പൗണ്ടിന് എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യാൻ പറ്റണത് ഏത് വെച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് കോ പ്രസിപ്പിറ്റേഷൻ വെച്ചിട്ടാണ്. കോ പ്രസിപ്പിറ്റേഷൻ കഴിഞ്ഞിട്ട് അടുത്തതാണ് എന്ത് പറയുന്നത്, പോസ്റ്റ് പ്രസിപ്പിറ്റേഷൻ വരുന്നത്. അപ്പൊ കോ പ്രസിപ്പിറ്റേഷനിലാണ് എന്ത് ചെയ്യുക, സോൾബിൾ കോമ്പൗണ്ട്സിനെ എന്ത് ചെയ്യാൻ പറ്റുക, എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക സൊല്യൂഷനിൽ നിന്ന്. അടുത്ത, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദി കോൺസെൻട്രേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് സൾഫേറ്റ് ഓർസിലാണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. സൾഫേറ്റ് വരുന്ന ഓറുകളിലാണ് എന്ത് ചെയ്യുക, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ യൂസ് ചെയ്യുക. ഇതിന് ആൻസർ ഏതാണ് വരിക, സിങ്ക് ബ്ലെൻഡ്. സിങ്ക് ബ്ലെൻഡിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ZnS ആണ്. അപ്പൊ സൾഫർ അതിൽ വരുന്നുണ്ട്. അപ്പൊ സൾഫർ എന്നുകൊണ്ട് തന്നെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ യൂസ് ചെയ്യുന്നത് സിങ്ക് ബ്ലെൻഡിലാണ്. സിങ്ക് ബ്ലെൻഡിന്റെ ഫോർമുല ZnS ആണ്. അപ്പൊ സൾഫർ വരുന്നുണ്ടല്ലോ. അടുത്ത ബ്രാസ്. ബ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോപ്പറിന്റെയും സിങ്കിന്റെയും ഒരു അലോയി ആണ് എന്ത് പറയുന്നത്, ബ്രാസ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രാസിലുള്ള കണ്ടന്റ് എത്രയെന്ന് വെച്ചാൽ 67% കോപ്പർ ഉണ്ട്. അതുപോലെ തന്നെ 33% എന്തുണ്ടാകും, സിങ്കും ഉണ്ടാകും. 67% കോപ്പറും അതുപോലെ 33% സിങ്കും ആണ് എന്ത് ചെയ്യുക, ഉണ്ടാകുക. അപ്പൊ ഇത് ഓൾമോസ്റ്റ് അതിനോട് സിമിലർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്, ബി ആണ് അല്ലെ. 60% ഓഫ് കോപ്പർ ആൻഡ് 34% ഓഫ് സിങ്ക്. ഓൾമോസ്റ്റ് അതുമായിട്ട് സിമിലർ. അപ്പൊ ആ ഒരു ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്തു, ഓപ്ഷൻ ബി. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഇൻ ദി സ്ട്രക്ചർ ഓഫ് ClF3 ദ നമ്പർ ഓഫ് ലോൺ പെയർസ് ഓഫ് ദി ഇലക്ട്രോൺ ഓഫ് ദി സെൻട്രൽ മെറ്റൽ ആറ്റം ക്ലോറിൻ ഈസ്. നമുക്കറിയാം ക്ലോറിന് ചുറ്റും 7 ലോൺ പെയർസ് ആണുള്ളത്. 7 ലോൺ പെയർസ് ആണുള്ളത്. ആ 7 അതിൽ 3 ഫ്ലൂറിനാറ്റം ഉണ്ട്. അപ്പൊ ഓരോ ലോൺ പെയറും ഓരോ 3 ഫ്ലൂറിനാറ്റം ആയിട്ട് എന്ത് ചെയ്യും, ബോണ്ട് ചെയ്യും. ദെൻ പിന്നെ വരുന്നത് 4 ലോൺ പെയർസ് ആണ്. അത് നമ്മൾ മൊത്തം പറയണത് 2 അല്ലെ. എത്ര പെയർ ആണുള്ളത്, 2 പെയർ അല്ലേ. നമ്പർ ഓഫ് ലോൺ പെയർസ് എത്രയാണ്, 2 ഓക്കെ. അടുത്ത, ദ എലമെന്റ് വിച്ച് കനോട്ട് ഫോം ഓക്സി ആസിഡ്, അഥവാ ഓക്സി ആസിഡ് ആയിട്ട് ഫോം ചെയ്യാത്ത കോമ്പൗണ്ട്. നമ്മൾ നേരത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ഓക്സി ആസിഡിന്റെ അറിഞ്ഞിരുന്നു. അപ്പൊ അത് അങ്ങനെ ഫോം ചെയ്യാത്ത എലമെന്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, ഫ്ലൂറിൻ ആണ്. കാരണം ഫ്ലൂറിന് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യൂല, ഓക്സി ആസിഡ്സ് ആയിട്ട് ഫോം ചെയ്യൂല. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് നോബിൾ ഗ്യാസസ് ഡു നോട്ട് ഒക്കർ ഇൻ ദി എലമെന്റൽ സ്റ്റേറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയറിൽ കാണാൻ പറ്റാത്ത അഥവാ എലമെന്റൽ സ്റ്റേറ്റിൽ നിൽക്കാത്ത ഏതാണ്, റെഡോൺ ആണ്. കാരണം എന്താ വെച്ചാൽ അതൊരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യൂല, എലമെന്റൽ സ്റ്റേറ്റിൽ അറ്റ്മോസ്ഫിയറിൽ അത് നിൽക്കില്ല. അടുത്ത, അപ്പൊ ഓപ്ഷൻ ഡി ആണ്. അടുത്ത 25th ക്വസ്റ്റ്യൻ, ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് പോളിസിലോക്സെയിൻസിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഗ്രിനാൾഡ് റിയേജന്റ് ഉണ്ട്, അല്ല. ലെവിസ് ആസിഡ് ആണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ലെവിസ് ആസിഡ് ആണ് യൂസ് ചെയ്യുക. ഗ്രീനാൾഡ് എന്തിനാണ് ശരിക്കും ഉപയോഗിക്കുന്നത്, കാർബൺ കാർബൺ ബോണ്ട് ഫോർമേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്രീനാൾഡ് റിയേജന്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ക്യൂമീൻ ഹൈഡ്രോ പെറോക്സൈഡും ബെൻസൽ പെറോക്സൈഡ്സ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഫ്രീ റാഡിക്കൽ ഇനീഷ്യേറ്റേഴ്സ് ആണ്. എന്ത് പറയുന്നത്, ഈ ക്യൂമീൻ ഹൈഡ്രോ പെറോക്സൈഡും അതുപോലെ തന്നെ ബെൻസിൽ പെറോക്സൈഡ്സും. അപ്പൊ നമ്മൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത്, ദ ഗ്രേറ്റ് സ്മോഗ് ഓഫ് ലണ്ടൻ വാസ് ഒക്കേർഡ് ഡ്യൂറിങ്. അത് നമ്മൾ പഠിക്കുന്നതാണ്, എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന അങ്ങനെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ഗ്രേറ്റ് സ്മോഗ് ഓഫ് ലണ്ടൻ അല്ലെ, 26th ക്വസ്റ്റ്യൻ അല്ലെ. ഗ്രേറ്റ് സ്മോഗ് ഓഫ് ലണ്ടൻ, ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡിസംബർ 1952. 5 to 9 ഡിസംബർ 1952 ആണ് എന്ത് ആൻസർ. അടുത്ത 27, ദ മേജർ ഇൻഗ്രീഡിയന്റ് ഓഫ് ഫോട്ടോകെമിക്കൽ സ്മോഗ്. ഫോട്ടോകെമിക്കൽ സ്മോഗിന്റെ മേജർ ഇൻഗ്രീഡിയന്റ് ആണ് നൈട്രജൻ ഓക്സൈഡ്. അടുത്ത, ICOD to BOD റേഷ്യോ ഓഫ് ആൻ ഓർഗാനിക് പൊല്യൂട്ടൻ റെപ്രസെൻസ് presence of toxic material in the pollutants. ഓക്കെ, ഓപ്ഷൻ ബി കേട്ടോ, പ്രസൻസ് ഓഫ് ടോക്സിക് മെറ്റീരിയൽ ഇൻ ദി പൊല്യൂട്ടൻസ്. ഈ COD എന്ന് പറയുന്നത് എന്തിനാണ്, ടോട്ടൽ ഓക്സിഡൈസബിൾ ആയിട്ടുള്ള മാറ്റേഴ്സ് എത്ര ഉണ്ട് എന്ന് കാണിക്കുകയാണ് COD. BOD എന്നാണ്, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ആൻസർ എന്താ വരിക, ടോക്സിക് മെറ്റീരിയൽസ്. അടുത്ത 29 ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, 28th ക്വസ്റ്റ്യൻ ഒന്നും. ദ മെയിൻ കോസ് ഓഫ് ഇമ്പോർട്ടന്റ് ആണ്. ടെമ്പററി ഹാർഡ്നെസ് ഓഫ് ദി വാട്ടർ ആർ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ടെമ്പററി ഹാർഡ്നെസ് ഏതിന്റെ കാരണമാണ് ഉണ്ടാകുക,
ശരിക്ക് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാകുക ശരിക്കും ആരെ കാരണമാണ്? ബൈകാർബണേറ്റ്സിന്റെ കാരണം. നമ്മൾ പക്ഷെ ഓപ്ഷൻസിൽ എന്തില്ല? ബൈകാർബണേറ്റ്സ് ഇല്ല, കാർബണേറ്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാർബണേറ്റ് എന്നാണ് ശരിക്കും ബൈകാർബണേറ്റ് എന്നൊരു ഓപ്ഷൻ. ഇപ്പൊ മെഗ്നീഷ്യം ബൈകാർബണേറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഗ്നീഷ്യം ബൈകാർബണേറ്റ് ആണ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ടെമ്പററി ഹാർഡ്നെസ് മെയിൻ ആയിട്ട് വരുന്നത് ബൈകാർബണേറ്റിലാണ്. അപ്പം ഇവിടെ ബൈകാർബണേറ്റിന്റെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കാർബണേറ്റ്, മെഗ്നീഷ്യം കാർബണേറ്റ്, ഓപ്ഷൻ സി മെഗ്നീഷ്യം കാർബണേറ്റ്. അടുത്ത മിൻമാറ്റ ഡിസാസ്റ്റർ വാസ് കോസ്ഡ് ബൈ, മിൻമാറ്റ ഡിസാസ്റ്റർ കോസ് ചെയ്യുന്നത് 13th ക്വസ്റ്റ്യൻ ഏതാണ്? മീഥേൽ മെർക്കുറി ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, മിനിമാറ്റ ഡിസാസ്റ്റർ കോസ്റ്റഡ് ബൈ വിച്ച് എലമെന്റ് അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ മെർക്കുറിയാണ് HG ആണ് എന്ത് ചെയ്യാം മെയിൻ ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആട്ടോ മിനിമാറ്റ ഡിസാസ്റ്റർ. അടുത്ത 31 ക്ലേസൺ റീഅറേഞ്ച്മെന്റ് ഈതർ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എന്തായിട്ടാണ് മാറുക എന്ന് വെച്ചിട്ടുള്ളത്. ഈതർ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എന്തായിട്ടാണ് മാറുക, അഥവാ ക്ലേസൺ റീഅറേഞ്ച്മെന്റിൽ ഈതർ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, അവ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കാർബോണൽ കോമ്പൗണ്ട്സ് ആയിട്ടാണ് എന്ത് ചെയ്യാൻ മാറ്റുക. ഇപ്പൊ കാർബോണൽ കോമ്പൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കാർബോണൽ കോമ്പൗണ്ട് മെയിൻലി ഏതാ? കീറ്റോൺ അല്ലെ, ആൽഡിനും കീറ്റോൺസ് ആണ്. അതിൽ കീറ്റോൺസ് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. അപ്പൊ ആൻസർ ഈസ് ഈതറിന് എന്തായിട്ട് ക്ലേസൺ റീഅറേഞ്ച്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഈതർ എന്തായിട്ടാ മാറുക? കീറ്റോൺ ആയിട്ട് മാറുക. അതിന് മെക്കാനിസം ഉണ്ട്, കുറച്ച് ക്ലേസൺ റീഅറേഞ്ച്മെന്റ് നമ്മൾ ഈ 2+2 സൈക്ലോ അഡീഷൻ പറഞ്ഞ പോലെ കുറച്ച് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അപ്പൊ അതുകൊണ്ട് ക്ലേസൺ റീഅറേഞ്ച്മെന്റ് എന്താ ചെയ്യാന്നാൽ ഈതറിനെ കീറ്റോൺ ആയിട്ട് എന്ത് ചെയ്യാണ് ചെയ്യുക? കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഓപ്ഷൻ സി ആണ് 31ന്റെ ആൻസർ. അടുത്ത 32 റിയാക്ഷൻ ഓഫ് ആൻ ഇപ്പോക്സൈഡ് വിത്ത് ഗ്രീനാൾഡ് റിയേജന്റ് ജനറേറ്റ്, അഥവാ ഇപ്പോക്സൈഡ് ഗ്രീനാൾഡ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്താൽ ആ ഇപ്പോക്സൈഡ് എന്ത് ചെയ്യും? റിംഗ് ഓപ്പൺ ചെയ്യും. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? പ്രൈമറി ആൽക്കഹോൾ. നമുക്ക് എന്ത് ചെയ്യും? പ്രൈമറി ആൽക്കഹോൾ. അപ്പൊ ഗ്രീനാൾഡ് റിയേജന്റ് ഇപ്പോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ആ ഇപ്പോക്സൈഡ് റിംഗ് എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്തിട്ട് പ്രൈമറി ആൽക്കഹോൾ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി പ്രൈമറി ആൽക്കഹോൾ. അടുത്ത വിറ്റീക് റിയാക്ഷൻ കൺവേർട്ട് എ കീറ്റോൺ ഇൻടു ആൻ, വിറ്റിക് റിയാക്ഷൻ നിങ്ങൾക്ക് അറിയണതാണ്. വിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കീറ്റോണ് ആൽക്കീൻ ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ് എന്ത്? വിറ്റിക് റിയാക്ഷൻ. കീറ്റോണ് ആൽക്കീൻ ആയിട്ട് മാറുന്ന റിയാക്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ കുറച്ച് സമയം പോകും. അപ്പൊ അതുകൊണ്ടാണ് വിറ്റിക് റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. റിയാക്ഷൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് വിറ്റിക് റിയാക്ഷൻ. അപ്പൊ പഠിക്കുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ആ റിയാക്ഷൻ എങ്ങനെയാണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ അല്ല, നമുക്കത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെ എഴുതി പഠിക്കൊന്നും വേണ്ട, എന്ത് കിട്ടി എന്ത് കിട്ടും എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കണം. അപ്പൊ അതുകൊണ്ട് വിറ്റിക് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തുകൊണ്ട് പഠിക്കൊണ്ടു. വിറ്റിക് റിയാക്ഷൻ എന്തെന്ന് എന്തുണ്ടാകുക എന്നുള്ള കാര്യം പഠിക്കാതെ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. വിറ്റിക് റിയാക്ഷൻ എന്താ ചെയ്യേണ്ടത്? കീറ്റോൺ എന്തായിട്ട് മാറുക ചെയ്യുക? ആൽക്കീൻ ആയിട്ട് മാറുക ചെയ്യുക. ആൽക്കീൻ ആയിട്ട് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആയിട്ടാണ് മാറുക. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ എ ആൽക്കീൻ ആണ് മാറുക. ആ റിയാക്ഷൻ വൃത്തിക്ക് പഠിക്കൊണ്ടു കേട്ടോ. അടുത്ത ഓക്സിഡേഷൻ ഓഫ് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വിത്ത് CrO3 പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും CrO3 തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാല്, ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും CrO3 തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാല് എന്താണ് നമുക്ക് കിട്ടുകയെന്ന് ചോദിക്കും. അപ്പൊ ഓപ്ഷൻ ഡി അസറ്റോൺ ആണ് നമുക്ക് ഒരു കീറ്റോൺ ഉള്ള കോമ്പൗണ്ട് ആണ് കിട്ടുക. ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും അതുപോലെ തന്നെ CrO3 തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസറ്റോൺ കിട്ടുക. കീറ്റോണേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് കിട്ടുക, അസറ്റോൺ. ഓപ്ഷൻ ഡി അസറ്റോൺ ആണ് കിട്ടുക. അടുത്ത ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ഓപ്പൺ എയർ ഓക്സിഡേഷനിൽ യൂസ് ചെയ്യണ കാറ്റലിസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാറ്റലിസ്റ്റ് ഏതാണ്? അലുമിനിയം ട്രൈ ഐസോ പ്രൊപ്പോക്സൈഡ് ആണ് എന്ത് ചെയ്യണത്? യൂസ് ചെയ്യുക. ഓപ്പൺ എയർ ഓക്സിഡേഷനിൽ യൂസ് ചെയ്യണ ഐസോപ്രോപ്പോക്സൈഡ് ആണ്, അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് ആണ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. അടുത്ത 36 ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ആൻ ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് അമോണിയം സിൽവർനൈറ്റിന്റെ ആൽക്കലൈൻ സൊല്യൂഷൻ നമ്മളൊരു പേര് വിളിക്കും. 36ന്റെ ആൻസർ ടോളൻസ് റിയേജന്റ് കേട്ടോ. ടോളൻസ് റിയേജന്റ് ഇമ്പോർട്ടന്റ് ആണ്. ടോളൻസ് റിയേജന്റ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. ടോളൻസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൻ സൊല്യൂഷൻ ഓഫ് അമോണിയം സിൽവർ നൈട്രേറ്റിനാണ് എന്ത് പറയാ? ടോളൻസ് റിയേജന്റ് എന്ന് പറയാം. ടോളൻസ് റിയേജന്റ് എന്ന് പറയാം. ടോളൻസ് റിയേജന്റിന്റെ ഫോർമുല എന്താണ്? AgNH3 ആ ഫോർമുലയും പഠിച്ചാൽ കേട്ടോ. AgNH3 ട്വൈസ് പ്ലസ് AgNH3 ട്വൈസ് പ്ലസ്. ചിലപ്പോൾ ഇങ്ങനെയും തരാറുണ്ട്, AgNH3 തരാറുണ്ട് കേട്ടോ. അപ്പൊ രണ്ടും സെയിം ആണ്, വൃത്തിക്ക് മനസ്സിലാക്കുക. AgNH3 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിയാണ്. അതുപോലെ തന്നെ AgNH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? ശരിയാണ് കേട്ടോ. അപ്പോൾ 36ന് ആൻസർ ടോളൻസ് റിയേജന്റ്. അടുത്ത ക്വസ്റ്റ്യന് ദ നെയ്മഡ് ഓർഗാനിക് റിയാക്ഷൻ വേർ ഇൻ അസറ്റോൺ ഈസ് കൺവേർട്ടഡ് ഇൻടു പ്രൊപ്പൈൻ യൂസിങ് ഹൈഡ്രസീൻ ഈസ് കാൾഡ്.
അതിന് പറയുന്ന പേരാണ് വോൾഫ് കൃഷ്ണ റിഡക്ഷൻ. എന്താ വോൾഫ് കൃഷ്ണ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രസീൻ യൂസ് ചെയ്തിട്ട് അസറ്റോണിനെ പ്രൊപ്പൈൻ ആയിട്ട് മാറ്റുന്നത്. ഇമ്പോർട്ടന്റ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ വിറ്റിക് റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ് വോൾഫ് കൃഷ്ണർ റിഡക്ഷൻ. പഠിച്ചിരിക്കണം. വോൾഫ് കൃഷ്ണർ റിഡക്ഷൻ. അപ്പോൾ അസറ്റോണിനെ പ്രൊപ്പൈൻ ആയിട്ട് ഹൈഡ്രസീൻ യൂസ് ചെയ്തിട്ട് ആ റിയാക്ഷൻ വൃത്തിക്ക് പഠിക്കൊണ്ടു ഹൈഡ്രസീൻ യൂസ് ചെയ്തിട്ട് അസറ്റോണിനെ പ്രൊപ്പൈൻ ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? വോൾഫ് കൃഷ്ണർ റിഡക്ഷൻ. അപ്പൊ ഓപ്ഷൻ സി വോൾഫ് കൃഷ്ണർ റിഡക്ഷൻ ആണ്. റിയാക്ഷൻ വൃത്തിക്ക് പഠിക്കൊണ്ടു എക്സാമിന് പോകുന്നതിന് മുന്നേ വൃത്തിക്ക് പഠിച്ചിട്ട് പോകുന്നുണ്ട്. അടുത്ത ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഇൻ ദി അൾഡോൾ കണ്ടൻസേഷൻ. അതുപോലെ അടുത്ത ഇമ്പോർട്ടന്റ് റിയാക്ഷൻ, കുറെ റിയാക്ഷൻസ് നിങ്ങൾക്ക് പഠിച്ചതാണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം അൾഡോൾ റിയാക്ഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് എൻട്രൻസ് വ്യൂവിൽ വരുമ്പോഴും അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷനിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊഡക്റ്റ് ഏതാണെന്ന് 38 ക്വസ്റ്റ്യൻ. ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ആണ് നമുക്ക് എന്ത് ചെയ്യുക? ആൽഡോൾ കണ്ടൻസേഷൻ. അതും പഠിച്ചിരിക്കണം, റിയാക്ഷൻ പഠിച്ചിരിക്കണം. ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷന്റെ പ്രൊഡക്റ്റ് നമുക്ക് എന്താണ് വരിക? ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെ 39th ക്വസ്റ്റ്യൻ ആണ്. 39th ക്വസ്റ്റ്യൻ കൈറാൽ കോമ്പൗണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് 40th ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. അത് ക്വസ്റ്റ്യൻ നോക്കുക. 14th ക്വസ്റ്റ്യൻ ചിച്ചിബാബിൻ സിന്തസിസ് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ്. ചിച്ചിബാബിൻ റിയാക്ഷൻ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ചിച്ചിബാബിൻ റിയാക്ഷൻ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? എൻട്രൻസ് വ്യൂവിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ചിച്ചിബാബിൻ റിയാക്ഷൻ ഈ MSc വരുന്നവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ചിച്ചിബാബിൻ റിയാക്ഷൻ. അപ്പൊ ചിച്ചിബാബിൻ റിയാക്ഷനിൽ എന്ത് പ്രിപ്പയർ ചെയ്യാനാന്നുള്ള രീതിക്ക് മാത്രം പഠിച്ചാൽ അല്ലാതെ ആ റിയാക്ഷൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. അപ്പൊ ചിച്ചിബാബിൻ റിയാക്ഷനിൽ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പിരിഡിനെയാണ് എന്ത് ചെയ്യുക? ചിച്ചിബാബിൻ റിയാക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യാം. ഹെട്രോജീനിയസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് ഇത്. അപ്പൊ പിരിഡിന് മാത്രം കേട്ടോ. ഹെട്രോജീനിയസ് ആയിട്ടുള്ള പിരിഡിന് ഉണ്ടാക്കാനുള്ള റിയാക്ഷൻ ആണ് എന്താണ്? സിന്തസിസ് ആണ് ചിച്ചിബാബിൻ സിന്തസിസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. In the reaction 2A plus B gives A to B, the concentration of A is doubled and the B is halved, then rate of the reaction will. അത് നമ്മൾ തന്നെയാണ്. ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. വളരെ ടൈറ്റ് ആയുള്ള പ്രോബ്ലം ഒന്നുമല്ല. നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് കാണിച്ചാൽ നോക്കി എന്താണുള്ളത്. നമ്മൾ ആദ്യം റിയാക്ഷൻ തന്നിട്ടുണ്ട്. 2A plus B gives A to B. അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾ എഴുതി. അല്ലേ? 2A plus A to B എന്നുണ്ട്. അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്താണ്? R is equal to റേറ്റ് കോൺസ്റ്റന്റ് K. റേറ്റ് കോൺസ്റ്റന്റ് എഴുതി. പിന്നെ എന്താണ്? 2A എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതി? A സ്ക്വയർ പിന്നെ ബി. ഇതാണ് നമ്മൾ എന്താണ്? റേറ്റ്. ദെൻ അടുത്ത നമ്മൾ എന്താന്ന് വെച്ചാല് എന്താ ചെയ്ത് അപ്പോൾ പറഞ്ഞു കോൺസെൻട്രേഷൻ എ ഇസ് ഡബിൾഡ്. എ ഡബിൾ ആയി. അപ്പൊ എ എന്തായി? ഡബിൾ ആയി. അപ്പൊ ഡബിൾ എന്നുള്ള രീതിക്ക് നമ്മൾ എന്തായി? എ ഡബിൾ ആയി. 2 ആയി. ഡബിൾ ആയി. പിന്നെ ആ സ്ക്വയർ ഉണ്ട് മേലെ. അപ്പൊ ഞാൻ സ്ക്വയർ ഇട്ട് കൊടുത്തു. ഇൻറ്റു അല്ലേ? ഇനി ബി എന്തായി? കോൺസെൻട്രേഷൻ ഓഫ് ബി എന്തായി? ഹാഫ് ആയി. ബി എന്തായി? ഇനി ടു സ്ക്വയർ എന്ന് പറഞ്ഞാല് 4 ഇൻറ്റു ഹാഫ് അല്ലേ? 4ന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 2. അപ്പൊ ഇൻക്രീസസ് 2 ടൈംസ്. അപ്പൊ 41 ആൻസർ ഇൻക്രീസസ് 2 ടൈംസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഈ ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. എ റിയാക്ഷൻ പാസസ് ത്രൂ ആൻ ഇന്റർമീഡിയറ്റ് ബിഫോർ അറ്റൈനിങ് ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് കാൾഡ്. അഥവാ നമ്മൾ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് എത്തുന്നതിന് മുന്നേ ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്ന റിയാക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 42 ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്ന റിയാക്ഷൻ. ഓപ്ഷൻ സി കോൺസിക്യൂട്ടീവ് റിയാക്ഷൻ ആണ് എന്ത് ഉണ്ടാവുക. നമുക്കറിയാം പാരലൽ റിയാക്ഷൻ, ചെയിൻ റിയാക്ഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചാണ്. കോൺസിക്യൂട്ടീവ് റിയാക്ഷനിലാണ് ഇന്റർമീഡിയറ്റ് എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ഡാഷ് ക്യാൻ ബി ഡെഡ്യൂസ്ഡ് ഫ്രം ദി അറീനസ് ഇക്വേഷൻ. അറീനസ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. K is equal to അറീനസ് കോൺസ്റ്റന്റ്
എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ബൈ ഇതാണ് നമ്മൾ അറീനസ് ഇക്വേഷൻ. അറീനസ് ഇക്വേഷനിൽ ഏതൊക്കെ ടേമാ വരുന്നത് അല്ലേ? അറീനസ് കോൺസ്റ്റന്റ്. അപ്പൊ ഇതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ടെമ്പറേച്ചർ വരുന്നുണ്ടോ? യെസ്, ടെമ്പറേച്ചർ വരുന്നുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ ആണ് ആൻസർ. പ്രഷർ വരുന്നുണ്ടോ? ഇല്ല. എൻതാൽപ്പി വരുന്നുണ്ടോ? ഇല്ല. ഫ്രീ എനർജി വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ തന്നെ കിട്ടും. മനസ്സിലായി? അപ്പൊ ഇക്വേഷൻ അറിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ലിൻഡമാൻ മെക്കാനിസം എക്സ്പ്ലെയിൻസ് ഡാഷ്. ലിൻഡമാൻ മെക്കാനിസം എന്താണ് ചെയ്യുക? യൂണിമോളിക്കുലർ റിയാക്ഷൻ ആണ് എന്ത് ചെയ്യുക? ലിൻഡമാൻ മെക്കാനിസം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ലിൻഡമാൻ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യുന്ന യൂണിമോളിക്കുലർ റിയാക്ഷൻസ് ആണ്. അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐസോതേം ഇസ് അപ്ലിക്കബിൾ ഫോർ ഫിസിക്കൽ അഡ്സോർപ്ഷൻ? ഫിസിക്കൽ അഡ്സോർപ്ഷന് വരുന്നത് ഏതാണ്? ഫ്രണ്ട് ആണ് എന്ത് ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഉള്ളത്. ലാഗ്മേർ എന്താണ്? കെമിക്കൽ അഡ്സോർപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ ലാഗ്മേർ അല്ല ആൻസർ. ഫ്രണ്ട് അഡ്സോർപ്ഷൻ ആണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ വരിക. വിച്ച് തിയറി ബെസ്റ്റ് സ്യൂട്ട് ഫോർ ഹോമോജീനിയസ് കറ്റാലിസിസ്? ഹോമോജീനിയസ് കറ്റാലിസിന് ഏത് തിയറിയാണ് ഏറ്റവും അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഇന്റർമീഡിയറ്റ് തിയറി ആണ് എന്ത് ചെയ്യുന്നത്? ഹോമോജീനിയസ് കറ്റാലിസിന് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇന്റർമീഡിയറ്റ് തിയറി അല്ലെ? ഒക്കെ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, അതുകൊണ്ടാണ് പറഞ്ഞു പോണത്. ദ മോളിക്യൂൾസ് വിച്ച് ആക്ടസ് ഡയറക്ട്ലി എൻസൈം ടു ലോവർ കാറ്റലിറ്റിക് റേറ്റ്. അതാ കാറ്റലിറ്റ് റേറ്റ് കുറക്കാൻ കഴിയും. ആർക്കാ കഴിയുക? ഇൻഹിബിറ്റേഴ്സിനാണ് കഴിയുക അല്ലെ? ഇൻഹിബിറ്റേഴ്സിനാണ് കാറ്റലിക് റേറ്റ് കുറക്കാൻ കഴിയുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈസ് ചെയ്യാം. അടുത്ത the interdependence of the pressure and temperature along the phase equilibrium curve pure substance is shown by. പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ഫേസ് ഇക്വിലിബ്രിയത്തിൽ കൂടാതെ തന്നെ പ്രഷറും ടെമ്പറേച്ചറിലും നമ്മൾ വരുന്ന പ്യുവർ സബ്സ്റ്റൻസിൽ കാണിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? നമ്മൾ ക്ലോഷ്യസ് ക്ലാപ്പറോൺ ഇക്വേഷൻ ആണ്. ക്ലോഷ്യസ് ക്ലാപ്പറോൺ ഇക്വേഷനിലെ ഇക്വേഷൻ കണ്ടാൽ തന്നെ അറിയാം അതിൽ ടെമ്പറേച്ചറും പ്രഷറും എന്താണ്? ഡിപ്പെൻഡൻസ് ആണ്. ഇക്വേഷൻ ക്ലോഷ്യസ് ക്ലാപ്പറോന്റെ ഇക്വേഷൻ ആണ് എഴുതാം. ഇമ്പോർട്ടന്റ് ആണ് ക്ലോഷ്യസ് ക്ലാപ്പറോണ്, അതുകൊണ്ടാണ് ഇക്വേഷൻ ഞാൻ എഴുതുന്ന പറഞ്ഞത്. ln P1 by P2 is equal to delta H vaporization R ആണ് ക്ലോഷ്യസ് ക്ലാപ്പറോന്റെ ഇക്വേഷൻ. 1 by T2 മൈനസ് 1 by T1 ഇതാണ് ക്ലോഷ്യസ് ക്ലാപ്പറോന്റെ ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ എന്താണ്? വളരെ വൃത്തിക്ക് അടിച്ചത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പൊ 48th ക്വസ്റ്റ്യൻ എന്തല്ലേ? പ്രഷറിനെയും ടെമ്പറേച്ചറിനെയും ഫേസ് ഇക്വിലിബ്രിയത്തെ കൂടാതെ ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന റിയാക്ഷൻ ഇക്വേഷൻ ഏതാണെന്ന് വെച്ചാൽ ക്ലോഷ്യസ് ക്ലാപ്പറോൺ ഇക്വേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ദ പ്രോസസ് ബൈ വിച്ച് സബ്സ്റ്റൻസ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ അണ്ടിൽ ഇറ്റ്സ് ഡിസോൾവ് ഇൻ ദി അബ്സോർബ്ഡ് വാട്ടർ ആൻഡ് ഫോംസ് എ സൊല്യൂഷൻ. ഡെലിക്യൂസൻസ് ആണ് കേട്ടോ. അത് ഡെലിക്യൂസൻസ് ആണ്. അടുത്ത Nernst distribution law gives generalization which governs the distribution of solute between. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ടു നോൺ ഇമ്മിസിബിൾ ലിക്വിഡ്സിലാണ് എന്ത് ചെയ്യുക? ഒരു നേൺസ് ഡിസ്ട്രിബ്യൂഷൻ ലോ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്ലിക്കബിൾ ആകുക നോൺ മിസിബിൾ ആയിട്ടുള്ള രണ്ട് സോൾവെന്റിലാണ് ആ കേസ് അപ്ലിക്കബിൾ ആകുള്ളൂ. അപ്പൊ നമ്മൾ 50 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു?
കവർ ചെയ്ത്. ഇനി അതുപോലെ തന്നെ വളരെ ഒക്കെ എല്ലാം ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്, വളരെ ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. അടുത്ത 51ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. 51ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണത്? എ A dash is a reagent that is extremely pure, stable, and no water hydration and has a high molecular weight. അവ എക്സ്ട്രീംലി പ്യുവർ ആയിട്ടുള്ള റിയേജന്റ്, അത് ഏത് മാത്രമേ ഉള്ളൂ? പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം നമ്മൾ അതാണ്. അതുകൊണ്ട് അത് പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം അത് എക്സ്ട്രീംലി പ്യുവർ ആണ്, സ്റ്റേബിൾ ആണ്, നോ വാട്ടർ ഹൈഡ്രേഷൻ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് അത് പ്രൈമറി സ്റ്റാൻഡേർഡ്. അപ്പോൾ ഓപ്ഷൻ 51ന്റെ ആൻസർ ഓപ്ഷൻ എ, പ്രൈമറി സ്റ്റാൻഡേർഡ്. 52, അക്കോർഡിംഗ് ടു ഡാഷ് ആൻഡ് അയോണിക് ബോണ്ട് ഈസ് ഫോംഡ് ബൈ കോമ്പൗണ്ട് വിത്ത് ലാർജ് കാറ്റോൺ ആൻഡ് സ്മോൾ ആനോൺ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാറ്റോണിന്റെ സൈസ് കൂടുതലും ആനോണിന്റെ സൈസ് കുറവുള്ള അയോണിക് ബോണ്ട്. അത് ഏത് റൂൾ വെച്ചിട്ട് നമ്മൾ പറയാം? ഫജാൻസ് റൂൾ. ഓപ്ഷൻ ഡി, ഫജാൻസ് റൂൾ വെച്ചിട്ടാണ്. നേരെ കാറ്റോണ് ലാർജും ആനിയോണ് സ്മോളും ഉള്ളത് ഫജാൻസ് റൂൾ ആണുള്ളത്. അടുത്ത കോപ്പിയസ് എമൗണ്ട് ഓഫ് യൂസർ ഫോർ, നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഇത് പിന്നെ വരുന്നത് മെത്തഡോളജിക്കൽ സാധനമാണ്, അത് ഇമ്പോർട്ടന്റ് അല്ല. വിറ്റാമിൻ സി, 56ാമത്തെ ക്വസ്റ്റ്യൻ. വിറ്റാമിൻ സിന്റെ സ്ട്രക്ചർ വെച്ചിട്ടുള്ള വിറ്റാമിൻ സി എ ആണ്. വിറ്റാമിൻ സിന്റെ സ്ട്രക്ചർ കേട്ടോ, എ. ഓപ്ഷൻ എ ആണ് വിറ്റാമിൻ സി സ്ട്രക്ചർ. അടുത്ത 57ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് കാർബോഹൈഡ്രേറ്റ് ഇസ് പ്രസന്റ് ബെനഡിക്ട് ടെസ്റ്റ് ഗീവ്സ് കളർ ചേഞ്ച് ഫ്രം. നമ്മൾ ബെനഡിക്ട് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാല് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഏത് കളറിന് ഏത് കളറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം അത് മനസ്സിലാക്കാൻ പറ്റുക? ബ്ലൂ കളറിൽ നിന്ന് റെഡ് കളറിലേക്കാണ് മാറുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രസൻസ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓപ്ഷൻ എ കേട്ടോ, ഓപ്ഷൻ എ. അതായത് കാർബോഹൈഡ്രേറ്റിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ബെനഡിക്ട് റിയേജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിക്കൂട്ടോ. ബെനഡിക്ട് റിയേജന്റ് ഏതെന്ന് ചോദിക്കും. കോപ്പർ സിട്രേറ്റ് ആണ്. നമ്മൾ ടോളൻസ് റിയേജന്റ് ഒക്കെ പറഞ്ഞല്ലോ, അതേപോലെ ബെനഡിക്ട് റിയേജന്റ് ഏതാണ്? കോപ്പർ സിട്രേറ്റിനെയാണ് പറയുന്നത് എന്താണ്? ബെനഡിക്ട് റിയേജന്റ് എന്ന് പറയുന്നത്. ബെനഡിക്ട് റിയേജന്റ് എന്ന് പറയുന്നത്. ഇനി മെയിൻ കമ്പോണന്റ് ഓഫ് ടാൽക്കം പൗഡർ. ടാൽക്കം പൗഡറിലുള്ള മെയിൻ കമ്പോണന്റ് ഏതാന്ന് ചോദിക്കും. മെയിൻ കമ്പോണന്റ് മെഗ്നീഷ്യം സിലിക്കേറ്റ് ആണ്. എന്ത്? ടാൽക്കം പൗഡറിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് മെഗ്നീഷ്യം സിലിക്കേറ്റ്. ഇതെല്ലാം ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 66 ക്വസ്റ്റ്യൻ, 66 ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് വൺ ഓഫ് ദി കറക്റ്റ് എക്സ്പ്രഷൻ? ഏതാണ് ഇതിൽ നാളെ ഏറ്റവും കറക്റ്റ്? കാണുമ്പോൾ മനസ്സിലാകും. ഓപ്ഷൻ എ എന്നാണ്. ΔG0 മൈനസ് RT ln K അല്ലെ? അതാണ് ഓപ്ഷൻ എ ആണ് എന്ത്? 66ന്റെ ആൻസർ. അടുത്ത ദ ഡാഷ് ഈസ് ദി ഡിഫറൻസ്. 65 ആട്ടോ, നമുക്ക് ബാക്കിന്ന് പോവാ. 65, ദ ഡാഷ് ഈസ് ദി ഡിഫറൻസ് ഇൻ എൻട്രോപ്പി ബിറ്റ്വീൻ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആൻഡ് ക്രിസ്റ്റൽ സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ക്ലോസ് ടു അബ്സല്യൂട്ട് സീറോ. അറിയാം, എന്ത്? റെസിഡ്യൂവൽ എൻട്രോപ്പിന്റെ ഡെഫിനേഷൻ ആണ് അത് അല്ലെ? എന്ത്? ഡിഫറൻസ് ഇൻ എൻട്രോപ്പി ബിറ്റ്വീൻ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആൻഡ് ക്രിസ്റ്റൽ സ്റ്റേറ്റും നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റും തമ്മിലുള്ള എൻട്രോപ്പിന്റെ ഡിഫറൻസിന് പറയുന്ന പേരാണ് എന്ത്? റെസിഡ്യൂവൽ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഓപ്ഷൻ ഡി, റെസിഡ്യൂവൽ എൻട്രോപ്പി. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ബേസിക് ആയിട്ടുള്ള കെമിസ്ട്രി ക്വസ്റ്റ്യൻ. ദ ഡാഷ് സ്റ്റേറ്റ് ദാറ്റ് നോ ടു ഇലക്ട്രോൺസ് ഇൻ ദി സെയിം ആറ്റം ക്യാൻ ഹാവ് ഐഡന്റിക്കൽ വാല്യൂ ഫോർ ഓൾ ഫോർ ദെയർ ഓൾ 4 ക്വാണ്ടം നമ്പർ ഐഡന്റിക്കൽ ആയിട്ടുള്ള വാല്യൂ എന്ത് ചെയ്യൂല? കാണിക്കൂല. 2 ഇലക്ട്രോൺസിനും കാണിക്കൂല എന്നുള്ളതാണ്. അത് ഏതാണ്? ഏത് റൂൾ വെച്ചിട്ടാണ് നമ്മളത് പറയാ? ഏത് റൂളാണ്? ഓപ്ഷൻ ഡി, പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എന്താണ് അൺസ് റൂൾ? എന്ന് പറഞ്ഞാല് ഓർബിറ്റേഴ്സിന് എന്ത് ചെയ്യാം? ഇലക്ട്രോൺസ് പെയർ ചെയ്ത് പോവുക. ഡീജനറേറ്റ് ഓർബിറ്റേഴ്സിൽ ഇലക്ട്രോൺ പെയർ ചെയ്ത് പോകണേ എന്താ പറയാ? അൺസ് റൂൾ എന്ന് പറയാം. ഓഫ് ബ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്റ്റെബിലിറ്റിന്റെ ഓർഡറിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ എനർജിയുടെ ഓർഡറിൽ ഇങ്ങനെ ഓർബിറ്റൽസ് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോണേനാണ് എന്താ പറയാ?
ഓഫ് ദ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത് പിന്നെ പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ഓഫ് മാറ്റർ ഡിസ്കസ് ചെയ്യുന്നതാണ് എന്ത് ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിൾ. അപ്പോൾ പിന്നെ നമ്മളെ ആൻസർ എന്താണ്? പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, നോ ടു ഇലക്ട്രോൺസ് ഇൻ ദ സെയിം ആറ്റം ക്യാൻ ഹാവ് ഐഡന്റിക്കൽ വാല്യൂ ഫോർ ഓൾ ഫോർ ക്വാണ്ടം നമ്പേഴ്സ്. പിന്നെ ഹൗ മെനി പോസ്റ്റുലേറ്റ്സ് ആർ ദി ബോർ അറ്റോമിക് മോഡൽ? 63. ബോർ അറ്റോമിക് മോഡൽ ഏതാണ്? എത്ര പോസ്റ്റുലേറ്റ്സ് ഉണ്ട് ബോർ അറ്റോമിക് മോഡലിന് ആവശ്യമുള്ളത്? എത്ര പോസ്റ്റുലേറ്റ്സ് ഉള്ളത്? ഓപ്ഷൻ എ 3 പോസ്റ്റുലേറ്റ്സ് ആണുള്ളത്. 3 പോസ്റ്റുലേറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? നമുക്ക് അറിയുന്ന പോസ്റ്റുലേറ്റ്സുകൾ തന്നെയാണ്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്താണ്? ഇലക്ട്രോൺ റിവോൾവ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ സ്പെസിഫിക് സ്റ്റേബിൾ ഓർബിറ്റൽ വിത്തൗട്ട് എമിറ്റിംഗ് റേഡിയേഷൻ അല്ലെ? വിത്തൗട്ട് എമിറ്റിംഗ് റേഡിയേഷൻ എങ്ങനെയുണ്ട്? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് റിവോൾവ് ചെയ്യും. ദെൻ അടുത്തത് ഇലക്ട്രോൺസ് അബ്സോർബ് ഓർ എമിറ്റ് എനർജി ഓൺലി വെൻ ട്രാൻസിഷൻ ബിറ്റ്വീൻ ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഒന്നിൽ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ എമിറ്റ് ചെയ്യും. ദ എനർജി ഡിഫറൻസ് കറസ്പോണ്ട് ടു വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ്. നിങ്ങൾക്ക് അറിയുന്നതാണ്, പഠിച്ച പോസ്റ്റ്ലേറ്റ്സ് ആണ് ഇമ്പോർട്ടന്റ്. ഞങ്ങൾ എപ്പോഴും എക്സാമിന് എന്തായാലും ബോറിന്റെ പോസ്റ്റ്ലേറ്റ്സ് എന്തായാലും ചോദിക്കുന്നു വിചാരിച്ചു നിങ്ങൾ എന്തായാലും പഠിച്ചതാണ്, പഠിച്ചായിരിക്കും. പിന്നെ ആംഗുലർ മൊമെന്റം ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആണ്. അപ്പൊ ഈ 3 പോസ്റ്റ്ലേറ്റ്സ് ആണ് എന്തുള്ളത്? ബോർ മോഡലിനുള്ളത്. അപ്പൊ ഇനി ഇതുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ലൈറ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. ഇനി നമുക്ക് 1 അവർ കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിൽ ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിച്ചാൽ മതി. ആൻസർ എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? പറഞ്ഞു തരുന്നുണ്ട്. ഏതാണ് എക്സ്പ്ലനേഷൻ വിത്ത് എക്സ്പ്ലനേഷനിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ക്ലിയർ ആയെന്ന് തോന്നുന്നു. എല്ലാ ക്വസ്റ്റ്യനും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കാത്ത ക്വസ്റ്റ്യനെ നമ്മൾ അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടാകും. ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ കുറെ റിയാക്ഷൻസ് പറഞ്ഞു. ഇതിൽ തന്നെ കുറെ റിയാക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. പറയാൻ കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ റിയാക്ഷൻസ് ഒക്കെ വളരെ വൃത്തിക്ക് എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. റിയാക്ഷൻസ് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. വളരെ ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങളോട് ചോദിക്കൂല. ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുള്ളൂ? ചോദിക്കുള്ളൂ. ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.